കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് വീണ മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ മന്ത്രിമാരും നേതാക്കളും എത്തി. മന്ത്രിമാരായ വീണ ജോർജ്, പി പ്രസാദ്, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ കുടുംബത്തെ കണ്ടു. സർക്കാരിൽ പ്രതീക്ഷയുണ്ടെന്ന് ബിന്ദുവിന്റെ കുടുംബം പ്രതികരിച്ചു. അപകടം നടന്ന 4ാം ദിവസമാണ് ബിന്ദുവിന്റെ വീട്ടിൽ മന്ത്രി വീണ ജോർജ് എത്തിയത്. ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെയും അമ്മ സീതാലക്ഷ്മിയും മന്ത്രി ആശ്വസിപ്പിച്ചു. മകന് സ്ഥിരം ജോലി ഉൾപ്പെടെയുള്ള കുടുംബത്തിന്റെ ആവശ്യത്തിൽ സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. സർക്കാർ അവർക്ക് ഒപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിരുന്നു. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മന്ത്രിസഭാ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് പ്രഖ്യാപിക്കും. മന്ത്രിയുടെ സന്ദർശനത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ. പോസിറ്റീവായി നമ്മൾ ഒരുപാട് പറഞ്ഞ് എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം ഇവിടെ കണ്ടപ്പോൾ അറിയാമല്ലോ. എല്ലാം ഒരു പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാമെന്നും പറഞ്ഞാൽ പോയി, കുഴപ്പമില്ല. എല്ലാം മുന്നോട്ട്. കൃഷിമന്ത്രി പി പ്രസാദും കുടുംബത്തെ സന്ദർശിച്ചു. കുടുംബത്തിന് ആവശ്യമായതെല്ലാം സർക്കാർ ചെയ്യുമെന്നും മന്ത്രി 24നോട്. കുടുംബത്തെ സഹായിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നാണ് ഞങ്ങളൊക്കെയും അതിന്റെ ഭാഗമായി ആലോചിച്ചിട്ടുള്ളത്. ആ ആവശ്യങ്ങൾക്കെല്ലാം അനുഭാവപൂർണമായ അനുകൂലമായ ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും. മെഡിക്കൽ കോളേജിലെത്തി അപകടസ്ഥലം സന്ദർശിച്ച ശേഷമാണ് രമേശ് ചെന്നിത്തല വീട്ടിലെത്തിയത്. ആരോഗ്യമന്ത്രിക്ക് പ്രതിഷേധങ്ങളെ ഭയമെന്ന് ചെന്നിത്തല. ചാണ്ടിയുമ്മൻ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ ധനസഹായത്തിന് 1 ലക്ഷം രൂപ കുടുംബത്തിന് നൽകിയെന്നും രമേശ് ചെന്നിത്തല. ആരോഗ്യമന്ത്രി പ്രതിഷേധത്തെ ഭയക്കുന്നു. ആരോഗ്യമന്ത്രിക്ക് പകൽ വെളിച്ചത്തിൽ അവിടെ പോകാനുള്ള ധൈര്യമില്ലായിരുന്നു ആ വീട്ടിൽ. ബിന്ദു ജോലി ചെയ്തിരുന്ന തലയോലപ്പറമ്പിലെ ടെക്സ്റ്റൈൽ സ്ഥാപനവും കുടുംബത്തിന് സഹായം പ്രഖ്യാപിച്ചു. 1 ലക്ഷം രൂപ 2 ദിവസം ഞാൻ കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ആജീവനാന്തം എല്ലാ മാസവും 5000 രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും. എല്ലാ മാസവും അമ്മയുടെ പേരിൽ അക്കൗണ്ടിൽ 5000 രൂപ വെച്ചിട്ട് കൊടുക്കാം. ബിന്ദുവിന്റെ കുടുംബത്തിന് ധനസഹായത്തിനുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടർ സർക്കാരിന് സമർപ്പിച്ചു. റിപ്പോർട്ട് പരിഗണിച്ചാകും ധനസഹായ പ്രഖ്യാപനം. 24 കോട്ടയം.